ഞാനും ബാബും കൂടി മഞ്ചേരിക്ക് പോകാൻ കേട്ടോ. നമുക്ക് അവിടെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോയി അച്ഛനെ എടുത്തുകാണ്ട് ഓനെ ഡോക്ടറെ അടുത്ത് കാണിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ തന്നെ ഇമ്മ മഞ്ചേരിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇമ്മാക്കാണെങ്കിൽ ആ കൈ പഴുത്തുകാണ്ട് നന്നായി പനിക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വന്നപ്പോൾ തന്നെ ചായ അടിക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ടോക്കൺ ഫോഴ്സിക്കാണ്. അവിടെ ചെന്ന് ചായയും അതുപോലെ തന്നെ കടിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ബാബു ഒന്നും തിന്നിട്ടില്ലായിരുന്നു കേട്ടോ. ബാബു ചെറിയൊരു ഡയറ്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛനാണെങ്കിൽ പാൽ ചായ ആയിട്ട് കുടിക്കുള്ളൂ. എനിക്കാണെങ്കിൽ ഇവിടുത്തെ ചായ ഭയങ്കര ഇഷ്ടമാണ്. ഇവൻക്കാണെങ്കിൽ വയറ് നല്ല വേദന ഉണ്ടെങ്കിലും വയറ് നിറച്ച് കഴിക്കണം എന്നുള്ളൊരു മൈൻഡുള്ള ആളാണ് കേട്ടോ. ഇവൻ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഓർഡർ ചെയ്ത് നല്ലോണം അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നല്ല കാറ്റും മഴയൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോണത് മുജീബ് റഹ്മാൻ ഡോക്ടറെ അടുത്തേക്കാണ് കേട്ടോ, അച്ഛനെ കാണിക്കാനായിട്ട്. അങ്ങനെ ഓട്ടോറിക്ഷയിലായിരുന്നു അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ടോക്ക് വന്നിട്ട് 42 ആയിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇരുന്ന് ചടച്ചെന്ന് വേണമെങ്കിൽ പറയാം. അച്ഛന് ചെറുപ്പത്തുണ്ടായിരുന്നു ഇതേമാതിരി ഒരു വയറുവേദന. ഇവനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓക്കെ പോലത്തെ മുട്ടായൊക്കെ നന്നായിട്ട് വാങ്ങി കഴിക്കും. അങ്ങനെ തുടങ്ങിയാണ് ഇപ്പം അതിന് ശേഷം എനിക്ക് വയറുവേദന കേട്ടോ. അങ്ങനെ നമ്മൾ സ്കാനിങ് ഒക്കെ ചെയ്ത് അമ്മയും അച്ഛനും വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു.